ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഗൂഗിൾ ജെമിനി. അതിൽ നമ്മുടെ പോർട്രേറ്റ് ഏതെങ്കിലും ഒരു ഫോട്ടോ ഇട്ടിരുന്നത്, എത്ര കൂറ ഒരു ഫോട്ടോ ആയാലും നമ്മുടെ ഫേസ് ക്ലിയർ ആയിട്ടുള്ളൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ പറയുന്ന രീതിയിലാക്കി നമുക്ക് തിരിച്ചു തരും, കിട്ടില്ല ഒരു ഫോട്ടോ ആക്കി. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന പ്രശ്നം പ്രോംപ്റ്റ് കറക്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും തോന്നിയ കണക്ക് ഫോട്ടോസ് ആയിരിക്കും തിരിച്ച് വരുന്നത്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്കായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രോംപ്റ്റും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ആദ്യം ഒരു ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് ഈ പ്ലസ് ബട്ടൺ കണ്ടാൽ നിങ്ങൾക്ക് ഇവിടെ അറിയാം, ഒരു പ്ലസ് ഐക്കൺ ഇവിടെ കണ്ടോ? ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഗാലറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഗാലറിയിൽ പോയി നിങ്ങളുടെ ഗാലറിയിൽ നിന്നും ഏത് ഫോട്ടോയാണോ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക കേട്ടോ. ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്, കണ്ടാൽ അറിയാം. സിനിമ നടിയുടെ ഒരു ഫോട്ടോയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇവിടെ ആസ്ക് ജെമിനി, എന്താണ് ഇത് ചെയ്യേണ്ടതെന്ന് ജെമിനിക്ക് പറഞ്ഞു കൊടുക്കണം. ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിവിടെ പേസ്റ്റ് ചെയ്യണം കേട്ടോ. ഈ പ്രോംപ്റ്റ് നിങ്ങളുടെ, അതായത് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഏതിലെങ്കിലും കാണും, നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത് എടുക്കാം. ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ പറ്റും. അതെന്താണെന്നുള്ളത് ഞാനിത് ആദ്യം ചേഞ്ച് ആക്കിയിട്ട് പറഞ്ഞുതരാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ആയിട്ട് ഈ സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ജസ്റ്റ് സെക്കൻഡ് എന്ന് താഴെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, കണ്ടോ? ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോട്ടോ ക്രിയേറ്റ് ആവും കേട്ടോ. ഓക്കെ, ഇവിടെ ആയി തോന്നുന്നു. ഓക്കെ, ഷുവർ, ഹിയർ ഇസ് ദ ഇമേജ്. നമുക്ക് നോക്കാം. യെസ്, ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഇൻഡോറിൽ ഒരു വിൻഡോയുടെ സൈഡിൽ ബ്ലാക്ക് സാരി ഉടുത്ത് ഇരിക്കുന്ന രീതിയിലാണ് പ്രോംപ്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെയാണ് ഇവിടെ സാധനം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഇതുപോലെ, അതായത് ഈ ഒരു നോർമൽ, ഇങ്ങനത്തെ ഒരു നോർമൽ ഫോട്ടോയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലോസ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ഞാൻ തരുന്ന ഈ പ്രോംപ്റ്റ് നിങ്ങൾ അതേ കണക്ക് കൊടുത്താൽ നിങ്ങളുടെ ഫേസിൽ ഇതുപോലൊരു സാധനം ക്രിയേറ്റ് ചെയ്ത് തരും. ഇതേപോലൊരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഈ പ്രോംപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഞാൻ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ബ്ലാക്ക് സാരി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, കണ്ടോ? ബ്ലാക്ക് സാരി. അപ്പോൾ ഈ ബ്ലാക്ക് സാരി എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, സാരിക്ക് പകരം വേറെ എന്തെങ്കിലും ഡ്രസ്സോ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അതും ഇട്ടിട്ട് ഈ വിൻഡോയുടെ തൊട്ടടുത്ത് ഇരിക്കുന്ന രീതിയിലുള്ള എഫക്റ്റിൽ നിങ്ങൾക്ക് സാധനം കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഈ സാരി അത് കൊടുത്തതിന് ശേഷം, എന്നിട്ട് ഈ സാരി ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം ആഡ് എ നെക്ലസ് എന്നോ അല്ലെങ്കിൽ നെക്ലസ് എന്നോ എന്തെങ്കിലും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ മാലയും കൂടി വരും കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മാലയൊന്നും ഇല്ലാത്തൊരു ഫോട്ടോയാണ് വന്നിട്ടുള്ളത്, പക്ഷേ യുണീക്കാണ്, സാധനം കൊള്ളാം, നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇരിക്കുന്നത് സിറ്റിംഗ് അവിടെ വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്ലേസ് ഹെർ ഇൻ ആൻ ഇൻഡോർ ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്തിട്ട് അതിന് പകരം നിങ്ങൾക്ക് ഇൻഡോർ എന്നുള്ളത് ഔട്ട്ഡോറിൽ ഏതെങ്കിലും ഒരു ഇപ്പം വയലിൽ നിൽക്കുന്നതായിട്ട് വേണം. അപ്പം പ്ലേസ് ഹെർ എന്ന് കൊടുത്തിട്ട് ഇൻഡോറിന് പകരം ഔട്ട്ഡോർ എന്ന് കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇപ്പം നെൽപ്പാടമെന്നോ അല്ലെങ്കിൽ അതായത് പാടി ഫീൽഡെന്നോ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും വരുന്നത്. അങ്ങനെ പ്രോംപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് എടുക്കാമെന്ന്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. നിങ്ങൾ കറക്റ്റിന് പ്രോംപ്റ്റ് എല്ലാം കൊടുക്കുക, ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്യുക, എന്തൊക്കെയാണോ ഫോട്ടോയിൽ വേണ്ടത് അതെല്ലാം ഇങ്ങനെ ടൈപ്പ് ചെയ്ത് എടുക്കുമ്പോൾ ഒരു പ്രോംപ്റ്റ് ആവും. ഇപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഫോട്ടോ മതി എന്നാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങളുടെ ഫോട്ടോയും ഇട്ട് ഈ ഒരു പ്രോംപ്റ്റ് അങ്ങ് അടിച്ചു കൊടുക്കുക, അപ്പം തന്നെ ഈ ഫോട്ടോ കിട്ടും. ഓക്കെ, ഈ പ്രോംപ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ടേക്കാം, നിങ്ങൾ അവിടെ നിന്ന് കോപ്പി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.